ഹലോ മൈ സൂപ്പർ ലേഡീസ്, വെൽക്കം ബാക്ക് ടു സോയ് സ്റ്റഡി വ്ളോഗ്. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം നോൻപൊക്കെ അല്ലേ, നോൻപിൻ്റെ സമയത്ത് നമ്മുടെ പഠന രീതികളും ജോലികളൊക്കെ കാണിക്കാമെന്ന് കരുതിയിട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്ന് നമ്മുടെ സെക്കൻഡ് നോമ്പിൻ്റെ ആണ് കേട്ടോ. രണ്ടാമത്തെ നോമ്പിൻ്റെ വീഡിയോ ആണ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന് പോസ്റ്റ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഇതിപ്പോൾ അത്താഴത്തിൻ്റെ സമയമാണ്. അത്താഴത്തിന് എഴുന്നേറ്റ് ചോറും കറിയൊക്കെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 3 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. 3 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ചോറും കറിയും ഉപ്പേരിയും പൊരിച്ചതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ എല്ലാവരും ഞാൻ 5 മണിക്കേ വിളിക്കും. 5:30 ബാങ്ക്, അപ്പോൾ 5 മണിക്കേ വിളിക്കും. അപ്പോൾ 1 അവർ നമ്മുടെ മുന്നിലുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറും ഉപ്പേരി അടുപ്പിൽ വെച്ച് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കും. പിന്നെ ആ സമയം നമുക്ക് വേറെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്ന് വന്നിരുന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നത് എല്ലാം തീർത്തതിന് ശേഷം 1 അവറാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ അത് കാണിക്കാമെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പം 4 മണിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മാത്സിൽ നിന്നാണ്. മാത്സിൽ പെർസെൻറ്റേജ് ആണ് പഠിക്കുന്നത് കേട്ടോ. പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ട് അതൊന്ന് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ 2 നോട്ട് ഫുൾ ഉണ്ടായിരുന്നു മാത്സ്. അപ്പോൾ മാത്സ് എന്ന് പറഞ്ഞാൽ എത്ര നോട്ട് ഉണ്ടായിട്ടും കാര്യമില്ല, നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്നോ അത്രയും നല്ലതാണ് നമുക്ക്. അതുകൊണ്ട് നമ്മൾ അടുത്തൊരു പുതിയ നോട്ടും കൂടി എടുത്തേക്കുവാണ്. ഓൾറെഡി 2 നോട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു നോട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി അതിലും കൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ചെയ്ത് പഠിക്കാൻ പോവാണ്. മാത്സിനെ കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ എത്ര ചെയ്ത് പഠിച്ചാലും വീണ്ടും 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 എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നൊരു സംഭവമാണ് മാത്സ്. എത്ര പഠിച്ച് തയ്യാറായിക്കഴിഞ്ഞാലും പിന്നെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് അങ്ങ് ഒരു കൺഫ്യൂഷനൊക്കെ വരുന്നൊരു സംഭവമാണ് എനിക്ക് മാത്സ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ചില സമയങ്ങളിലാണെങ്കിൽ ചില പരീക്ഷകളിൽ എനിക്ക് നന്നായിട്ട് മാത്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചില പരീക്ഷകളിൽ എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റിയിട്ടില്ല. മെൻ്റൽ എബിലിറ്റി മാത്രം ചെയ്തിട്ട് മാത്സ് മൊത്തമായിട്ട് ഒഴിവാക്കിയ എക്സാംസ് വരെ ഉണ്ട്. അപ്പോൾ മാത്സിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല. ഞാൻ എങ്ങനെ എഴുതും, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് അത് പറ്റും, എനിക്ക് ഇത്ര സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മാത്സിൽ ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ല. പക്ഷേ എന്നാൽ ഞാൻ മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്നാൽ മറ്റുള്ള സബ്ജക്ട്സൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും എക്കോണമി ആയാലും ഹിസ്റ്ററിയൊക്കെ ആയാലും എന്നെക്കൊണ്ട് ഇത്ര പറ്റും, അല്ലെങ്കിൽ ഇത്ര എനിക്ക് ചെയ്യാൻ പറ്റും, ഇത്ര ടോപ്പിക്സ് ഞാൻ ഓക്കെ ആണ് എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ മാത്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതലും പ്രാക്ടീസ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റുകൾ, അതുപോലെ KSൻ്റെ നോട്ടിഫിക്കേഷൻ വരാനായി, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ഭയങ്കര ബിസിയാണ്. കഴിഞ്ഞ 2 മാസം എന്ന് പറയുന്നത് ഒട്ടും ഫ്രീ അല്ലായിരുന്നു, ഭയങ്കര ബിസിയായിരുന്നു. പക്ഷേ ഇന്നത്തോടെ ഞാനൊന്ന് ഫ്രീ ആവും എന്നാണ് കരുതുന്നത്. ദെൻ നെക്സ്റ്റ് മന്ത് ഞാൻ വീണ്ടും ബിസിയാവും. കാരണം നെക്സ്റ്റ് അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യും ഏപ്രിലിൽ ഫസ്റ്റ് വീക്ക് തന്നെ. അപ്പോൾ ഞാൻ വീണ്ടും ബിസിയാവും. എന്നാൽ ഈ ഒരു കുറച്ച് ദിവസങ്ങൾ നന്നായിട്ട് നോക്കണം എന്നുണ്ട്. അപ്പോൾ നോമ്പാകുമ്പോൾ നമുക്ക് ഈ പുലർച്ച സമയത്തൊക്കെ നമുക്ക് കുറച്ച് ടൈം കൂടുതൽ കിട്ടും. എന്നാൽ എനിക്ക് പകൽ സമയത്ത് കൂടുതൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം മക്കൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം അവരെയും കൂടെ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പകൽ സമയത്ത് കുറച്ചൊരു ബിസിയാണ്. പിന്നെ ഞാനൊരു 3 മണിയൊക്കെ ആകുമ്പോൾ, ഈവനിങ് 3 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ അടുക്കളയിലേക്ക് കയറും. അപ്പം പിന്നെ അത്രയും സമയം വീണ്ടും പിന്നെ തിരക്കാണ്. എന്നാലും അത്താഴത്തിൻ്റെ സമയം കുറച്ചുകൂടെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഉറങ്ങാൻ 12 മണിയൊക്കെ ആയിപ്പോവും. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ 3 മണിക്ക് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പം 3 മണിക്കൂർ നമുക്ക് ഉറക്കം കിട്ടുന്നുള്ളൂ. അപ്പം ഉറങ്ങിപ്പോവോ, കുറച്ചുകൂടെ ലേറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവോ, അത്താഴത്തിന് എണീക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒക്കെ ഒരു പേടി കാരണമാണ് ടൈം കൂടുതൽ എടുക്കാത്തത് ആ നൈറ്റ് ടൈമിൽ കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പഠനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് മാത്സ് പെർസെൻറ്റേജ് ആണ്. ഇതിലൊരു 6-7 വീഡിയോസ് ഉണ്ട് പെർസെൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതെല്ലാം കവർ ചെയ്ത് പോകണം. പക്ഷെ അത് ഇപ്പം പറ്റില്ല. കാരണം ഇപ്പോൾ ഒരു വീഡിയോ 1.5 വീഡിയോ ഒക്കെ കാണാൻ പറ്റുന്ന ടൈമേ ഉള്ളൂ. 1 മണിക്കൂറാണ്. അപ്പം അതിൽ തന്നെ ക്വസ്റ്റ്യൻസ്, ഒരേ മോഡൽ ക്വസ്റ്റ്യൻസ് 3-4 ഉണ്ടാവും. അപ്പോൾ നമ്മൾ അത്രയും വീഡിയോസ് കാണണ്ട, ജസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് ക്വസ്റ്റ്യൻ നോക്കുക, നമ്മൾ ആൻസർ ചെയ്ത് നോക്കുക, അങ്ങനെയുള്ളൂ. അപ്പോൾ ഒരു 1.5 വീഡിയോ 2 വീഡിയോ മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഈ ഒരു 1 അവർ കൊണ്ട് കേട്ടോ. മാത്സ് ആകുമ്പോൾ, മറ്റുള്ള സബ്ജക്ട്സ് ആകുമ്പോൾ നമുക്ക് 1 മണിക്കൂർ എന്ന് പറഞ്ഞാലും 1.5 മണിക്കൂർ നമുക്ക് വേണം. കാരണം അതിൽ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എഴുതി വെക്കാനും എല്ലാം എടുത്തിട്ട് നമുക്ക് എന്തായാലും 1.5 മണിക്കൂറൊക്കെ ആവും. പക്ഷേ മാത്സ് ആകുമ്പോൾ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് 2 വീഡിയോ ഒക്കെ കവർ ചെയ്യാനും കൂടെ പറ്റും. ഓക്കെ, ഇപ്പോൾ തിരക്കുകളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പം അതൊന്നും കാര്യമാക്കണ്ട. പലർക്കും പല സമയങ്ങളിൽ എനിക്ക് മെസ്സേജ് ചെയ്യാറൊക്കെ ഉണ്ട്, ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പം നിങ്ങളെപ്പോലെയൊക്കെ തന്നെ എനിക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക്
മാക്സിമം നമ്മളെക്കൊണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് പഠിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. അതിൽ കൂടുതൽ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, നമുക്ക് സമയം കണ്ടെത്തുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പം ഒരു ദിവസം ഒരു അരമണിക്കൂറോ 1 മണിക്കൂറെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റിയ ഒരു അരമണിക്കൂർ നേരത്തെ എഴുന്നേറ്റാൽ നമുക്ക് അത്രയും സമയം കിട്ടും, അരമണിക്കൂർ നേരം വൈകി ഉറങ്ങിയാലും നമുക്ക് അത്രയും സമയം കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ മാക്സിമം നമ്മൾ എക്സാം കഴിയുന്നത് വരെ സമയം കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ. ഞാനും പല ദിവസങ്ങളിൽ തീരെ പഠിക്കാതിരുന്നിട്ടുണ്ട്, എന്നാൽ പല ദിവസങ്ങളിൽ 6-7 മണിക്കൂർ പഠിച്ചിട്ടുണ്ട്. 2 മണിക്കൂർ പഠിച്ച ദിവസങ്ങളുണ്ട്, 1 മണിക്കൂർ പഠിച്ച ദിവസങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ടൈം എങ്ങനെയെങ്കിലും കണ്ടെത്തുക എന്നുള്ളതാണ്. എക്സാം കഴിയുന്നത് വരെയല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ 5 മണിയായപ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ചു, എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട്, ഇനി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പം മക്കളൊക്കെ കഴിച്ചിട്ട് പോയി, അങ്ങനെ 6:30 ആയപ്പോൾ ഷർഫൊക്കെ പോയതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറങ്ങി. അതിന് ശേഷം 8 മണിയൊക്കെ ആയപ്പം ഞാൻ എഴുന്നേറ്റു. അപ്പോൾ മക്കൾ എഴുന്നേൽക്കുന്നതിന് മുൻപേ എനിക്ക് കുറച്ചുകൂടെ പഠിക്കാമെന്ന് വിചാരിച്ചു. അവർ എഴുന്നേറ്റാൽ പിന്നെ ഒന്നും നടക്കില്ല, കാരണം കുട്ടികളുള്ള ദിവസങ്ങളിൽ മിക്കവാറും ദിവസങ്ങളിൽ ഇവിടെ അടി തന്നെയായിരിക്കും. അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർക്കലൊക്കെ ആയിരിക്കും സമയം ഉണ്ടാവുക, പിന്നെ അവരെ പഠിപ്പിക്കാനുള്ള. അപ്പോൾ അതിനേക്കാളും അവരെന്തായാലും 10-11 മണി വരെ ഉറങ്ങും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഉറങ്ങാൻ തന്നെ 7-8 മണിയാവും. അവർ അത്താഴത്തിന് എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ കിടന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കും 3 കൂടെ. അപ്പോൾ അവർ ഉറങ്ങാൻ 7-8 മണിയാവുന്നതുകൊണ്ട് അവർ പിന്നെ 11 മണിയൊക്കെ ആവും എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവർ ഉറങ്ങുന്ന ഗ്യാപ്പിൽ ഞാൻ എഴുന്നേറ്റിട്ട് അവർ എഴുന്നേൽക്കുന്നത് വരെ പഠിക്കാനിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരായിട്ടുള്ള അടി കാര്യങ്ങളൊക്കെ നടക്കാമല്ലോ. അപ്പോൾ നമുക്ക് എല്ലാത്തിനുള്ള സമയമായി. ഓക്കെ, അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ എക്കണോമിക്സാണ് കേട്ടോ എടുത്തത്. അപ്പോൾ എക്കണോമിക്സ് പെട്ടെന്ന് തീർക്കാമെന്നുള്ളൊരു ചാലഞ്ചായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഞാൻ ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് തീർക്കാൻ പറ്റില്ല. ബട്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. എക്കണോമിക്സ് മാക്സിമം പെട്ടെന്ന് തീർക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എക്കണോമിക്സ് ദിവസവും ഫോളോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റും കൂടെയാണ് നോക്കുന്നത്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മാത്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ മാത്സിൽ പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി നെക്സ്റ്റ് ഒരു സബ്ജക്റ്റിലോട്ട് പോവുകയുള്ളൂ. അപ്പം മാത്സും എക്കണോമിക്സും ഒരുമിച്ചാണ് ഇപ്പോൾ പോവുക കേട്ടോ. ഓക്കെ, പിന്നെ മലയാളം ഒക്കെ നോക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ തൊഴിൽ വീതി കാര്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് അതിലുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മലയാളം ഇംഗ്ലീഷൊക്കെ നോക്കുന്നുണ്ടെന്നല്ലാതെ അത് പഠിക്കാനായിട്ട് ഇരുന്നിട്ടില്ല. മീൻസ് ഇനി ഒരു മാത്സ് പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വേറൊരു സബ്ജക്റ്റ് എടുക്കാം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ പോക്ക് പ്രോപ്പറായിട്ടുള്ള പോക്കാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം നിങ്ങൾ ഭയങ്കര ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വൃത്തിക്ക് പഠിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പം ഞാൻ എന്താണ് ഈ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എനിക്ക് തന്നെ പലവട്ടം തോന്നിയൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ടൈമും കാര്യങ്ങളും അവൈലബിലിറ്റിയൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു 2 സബ്ജക്റ്റ് വീതം പോകാം എന്നുള്ളൊരു പ്ലാനിൽ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ കരുതുന്നത് മാത്സ് മാക്സിമം നോക്കണം, അതുപോലെ എൻ്റെ സ്ട്രോങ് ഏരിയാസ് ഒന്നുകൂടെ കവർ ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം എനിക്ക് ബുദ്ധിമുട്ടുള്ള പോർഷൻസ് ഇനിയിപ്പോൾ നോക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിന്മേൽ ഞാൻ ഇല്ലാത്ത സമയം കെട്ടി മറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന് കൂടുതൽ സമയം എന്തായാലും വേണം ഒന്ന് മനസ്സിലാക്കിയെടുക്കാനും അല്ലെങ്കിൽ പഠിച്ചെടുക്കാനൊക്കെ. അപ്പോൾ അതിനും ഭേദം എൻ്റെ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അത് നന്നായിട്ട് ഈസിയാക്കാൻ മാക്സിമം ശ്രമിക്കുക ഈ ഒരു അവൈലബിൾ ആയിട്ടുള്ള സമയം കൊണ്ട് എന്നുള്ളതാണ് ഞാനിപ്പം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എക്കണോമിക്സാണ് ഇപ്പോൾ നോക്കുന്നത്. എക്കണോമിക്സിൽ SCERT, NCERT അതുപോലെ സ്റ്റാൻഡേർഡ് ബുക്ക് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നുണ്ട്, അതുപോലെ NCERTയുടെ ബുക്ക് ഉണ്ട്, അത് വായിക്കുന്നുണ്ട്. പിന്നെ തൊഴിൽ വീതിയിൽ SCERT NCERTയും എല്ലാം കൂടിയിട്ട് നമ്മുടെ ഒരു ബുക്ക്ലെറ്റ് വരുന്നുണ്ട്. അപ്പം അതിലും എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമിക്സിൻ്റെ വരുന്ന പോർഷൻസൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട്. SCERT ബുക്സൊക്കെ അതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് അതിൽ വരുന്നത്. അപ്പോൾ അതൊക്കെ കവർ ചെയ്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. മക്കളൊക്കെ എന്നിട്ട് അവരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഞാനും കുളിച്ചു. എന്നിട്ട് ഞാൻ ബാക്കി എക്കണോമിക്സിൽ ഒരു പോർഷനും കൂടെ കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് 1 അവറിൻ്റെ ഒരു വീഡിയോ ആണ്. ഇതും കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലോട്ട് പോകും. അപ്പോഴേക്കും നമ്മൾക്ക് അടുക്കള കയറാനുള്ള സമയമായിട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് സമയം നമുക്ക് കിട്ടുന്നുള്ളൂ. എന്നാലും കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അരമണിക്കൂറെങ്കിൽ അരമണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് ഇരിക്കാനുള്ളൊരു ടെൻഡൻസി വരും, ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മളൊരു 1 വീക്ക് നമ്മളങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പഠിക്കാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻട്രസ്റ്റ് വരും, ടൈം കിട്ടും, എല്ലാം കിട്ടും.
ട്രൈ ചെയ്ത് നോക്കുക. സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്ക് കേട്ടോ, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ്. ഹാഫ് ആൻ അവർ ഡെയിലി ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ 1 വീക്ക് അങ്ങനെ ഇരുന്നാൽ മതി. പിന്നെ നമുക്കത് ഒരു 1 അവറായിട്ടും 1.5 മണിക്കൂറായിട്ടും 2 മണിക്കൂറായിട്ടൊക്കെ നമുക്ക് നീട്ടി കിട്ടും. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നമ്മൾ എത്ര ടൈമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് വരുന്നതോടുകൂടി നമുക്ക് ആ സമയം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ആ എക്കണോമിക്സും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലോട്ട് പോവുകയാണ്. അപ്പം ഒരു ആദ്യത്തെ ഒരു 5-6 ദിവസം നല്ല ലാവിഷാക്കിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം എന്നാണ് ആഗ്രഹം. കാരണം നോൻപല്ലേ, അവർ നോമ്പ് പിടിക്കുന്നുണ്ട്. അപ്പോൾ നോൻപാവുന്ന സമയത്ത് അവർക്ക് ആ ഒരു സമയത്താണ് ഭയങ്കര ഭക്ഷണത്തിനോടുള്ള ഒരു ഇഷ്ടമൊക്കെ ഉണ്ടാവുക. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഫുഡ് വേണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് അത്. അപ്പം അവർക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതുണ്ട്. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു കടിയിലോട്ടൊക്കെ അല്ലെങ്കിൽ പത്തിരിയും കറിയിലോട്ടൊക്കെ മാത്രമായിട്ടൊക്കെ ചുരുങ്ങും ലാസ്റ്റിലോട്ടൊക്കെ ആകുമ്പോൾ കേട്ടോ. കാരണം അപ്പോഴേക്കൊക്കെ നന്നായിട്ട് ക്ഷീണം വരുമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ പണിയെടുക്കാൻ നിൽക്കില്ല. ഇപ്പോൾ ഫസ്റ്റ് നോമ്പിൽ കുറച്ച് ദിവസം ഒരു 10-12 നോമ്പൊക്കെ നമുക്ക് അത്ര വലിയ ക്ഷീണമൊന്നും ഫീൽ ചെയ്യില്ല. എന്നാലും ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ്. അപ്പോൾ ആ ചൂടിൻ്റെ ഒരു ബുദ്ധിമുട്ട് നന്നായിട്ടാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ റോളും മോമോസുമാണ്. മോമോസ് വേണമെന്ന് പാത്തുമ്പോൾ അത് നോമ്പിന് മുൻപേ പറയുന്നുണ്ട്, നോമ്പായ എനിക്ക് മോമോസ് വേണം എന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ റോളിനുള്ള മസാല റെഡിയാക്കി. ഇത് മോമോസിൻ്റെ മസാല കേട്ടോ. മോമോസിനുള്ള മസാലയും റെഡിയാക്കിയിട്ടുണ്ട്. മോമോസിൻ്റെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കന് ഞാൻ ചിക്കൻ റോളിലോട്ടും കൂടെ വീണ്ടും ഇട്ടു, കുറേ ഉണ്ടാകുന്ന കരുതിയിട്ട് കേട്ടോ. ഇവിടെ ചിക്കൻ നന്നായിട്ട് വേണം, ഫുൾ ചിക്കൻ ആയിരിക്കണം എല്ലാവർക്കും, എന്നാലേ രസം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഉമ്മ അത്ര അധികം ചിക്കനൊന്നും ഇടില്ല കേട്ടോ. മീൻസ് ഒരു 2ഉം ഒരേ പോർഷൻ ആക്കിയിട്ടാണ് ഇടുക. പക്ഷേ ഇവിടെ ചിക്കൻ കൂടുതൽ വേണമെന്ന് പറയും, എങ്കിലും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറയും. അപ്പോൾ ഞാനതൊക്കെ ബാലൻസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു. ചിക്കൻ റോൾ ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ മാവൊക്കെ നമ്മുടെ ആ ഒരു പത്തിരി പോലത്തെ സംഭവം അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മോമോസ് ഇതൊക്കെ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്, ബാക്കി ഇത് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ പണികളിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കറി ഉണ്ടാക്കാനുണ്ട്. അത് ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. നൈസ് പത്തിരി റഫൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോൾ വാങ്ങിച്ചിട്ട് വരും. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വത്തക്കയും കാരക്കയും ഷമാമ ജ്യൂസും പിന്നെ നാരങ്ങ വെള്ളം, അതുപോലെ മോമോസും ചിക്കൻ റോൾ, ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നൊരു അതിഥി ഉണ്ട്, നമ്മുടെ ഐറിമോളുണ്ട് കേട്ടോ, അനിയത്തിൻ്റെ മോളാണ്. അവൾ വന്നതാണ്, ചോയൻ്റെ ഫുഡ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ചോയൻ്റെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ കേട്ടോ. ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനിയിപ്പം നമ്മൾ ഈ എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷീണമായിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത്താഴത്തിലേക്കുള്ള അരിയാനും ഇതൊക്കെയാനുള്ളൊക്കെ സംഭവങ്ങളൊക്കെ ശരിയാക്കി വെക്കാണ് മെയിൻ പരിപാടി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്